ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മിഅ്റാജിന് പോകണമെന്ന് പറയുമ്പോഴേക്ക് അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകത എന്ന് ചിന്തിച്ചാൽ ആ പൊട്ടനത് തിരിഞ്ഞില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടി. ഔലിയാക്കന്മാരിൽ മിഅ്റാജുള്ള എത്ര ഔലിയാക്കന്മാരുണ്ട്. സാഹിബുൽ മിഅ്റാജ് എന്ന് പേരുള്ള ആളാണ് മഹാനരായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവരെ കൊണ്ടുപോകാം, അതിനൊരു തർക്കമില്ല. ബുറാഖ് തന്നെ വരാൻ, അതിനൊന്നും ഒരു തർക്കമില്ല. ഏതാണ് ഈ ജാഹില്? ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് മിഅ്റാജുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചപ്പോൾ മിഅ്റാജ് അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്താണ് എന്ന് പറഞ്ഞിരുന്നു. എന്താ ഇതിന്റെ മാന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് പോയത് എങ്ങനെയാണ്? അവിടുത്തെ ജസദോട് കൂടിയാണ് പോയത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്താണ്. അത് കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? അപ്പോഴേക്കും ഈ ജാഹില് ചാടി പോണു. മിഅ്റാജ്, ഔലിയാക്കൾക്ക് മിഅ്റാജ് ഉണ്ട്. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ സംബന്ധിച്ച് സാഹിബുൽ മിഅ്റാജ് എന്ന് പറയലുണ്ട്. എവിടുന്ന ഈ ജാഹില് നീച്ചറിനെ? അത് ഏത് മിഅ്റാജാ? ഔലിയാക്കൾക്ക് മിഅ്റാജ് ഉണ്ട്. ആ മിഅ്റാജ് ജസദോട് കൂടിയുള്ളതല്ല, അത് റൂഹിയായ മിഅ്റാജാണ്, ഖൽബിയായ മിഅ്റാജാണ്. ആരോടാ അതൊക്കെ പറഞ്ഞേ? ചൈത്താമാരിന്ന് കിട്ടുന്ന നിർദ്ദേശം ഇങ്ങനെ വിളിച്ചു പോകുന്ന ഈ ജാഹിലീങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നാലും ഇത് ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ നമുക്കത് പറയേണ്ടി വരികയാണ്. എന്നിട്ട് ചുള്ളിക്കോട് ഉസ്താദ് മിഅ്റാജ് എന്നുള്ളത് അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഖുസൂസിയത്താന്ന് പറഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ചാടി കൊണ്ണ് ഔലിയാക്കൾക്കും മിഅ്റാജ് ഉണ്ട്. എന്തിനാ അതൊക്കെ പറഞ്ഞ? ആ കോമാടച്ചാലിൽ അബ്ദുള്ളക്ക് മിഅ്റാജ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാ? എന്തോ ഒരു കഷ്ടം. മഹാനായ ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഫൈൻ ഖീല, ചോദിക്കപ്പെട്ടാൽ, ഫമാ തഖൂലൂന ഫിൽ ഔലിയാഇ, ഔലിയാക്കളുടെ വിഷയത്തിൽ എന്താണ് നിങ്ങൾ പറയുന്നത്? ഹൽ യജൂസു അൻ യകൂന ലഹും മിഅ്റാജുൻ, അവർക്ക് മിഅ്റാജ് ഉണ്ടാവാൻ പറ്റുമോ? ഇദാ ഖുൽതും ബി ജവാസിൽ കറാമത്തി, അവർക്ക് കറാമത്ത് ഉണ്ടല്ലോ, അപ്പോൾ ആ കറാമത്ത് മുഖേന അവർക്ക് മിഅ്റാജ് ഉണ്ടായിക്കൂടെ? വമാ തഖൂലൂന, എന്താണ് നിങ്ങൾ പറയുന്നത്? ഫീമാ യുത്രിഖുൻ നാസു, ജനങ്ങൾ പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച്, മിൻ ഹാദിഹി ത്വായിഫ, ഈ ത്വായിഫത്തിൽ നിന്ന്, മിൻ മിഅ്റാജി അബീ യസീദ് അൽ ബിസ്താമി വഗൈരിഹി, അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെയും അവരല്ലാത്തവരുടെയും മിഅ്റാജിനെ സംബന്ധിച്ച് ആളുകൾ പറയുന്നതിനെ പറ്റി എന്താണ് നിങ്ങൾ പറയുന്നത്? ഖീല, പറയപ്പെട്ടു, അമ്മൽ മിഅ്റാജു ബിൽ ബദനി, അപ്പോൾ ശരീരത്തോട് കൂടിയുള്ള മിഅ്റാജ്, ഫലം യുങ്കൽ അൻ വാഹിദിൻ, ഒരാളെ തൊട്ടും നഖൽ ചെയ്യപ്പെട്ടിട്ടില്ല, ഒരാളെ തൊട്ടും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഫലം യുഖ്ബർ അൻഹു അന്നഹു കാന ലഹു, ഒരാളെ പറ്റിയും അദ്ദേഹത്തിനിക്ക് ബദനോട് കൂടിയുള്ള ശരീരത്തോട് കൂടിയുള്ള മിഅ്റാജ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടില്ല. എന്നാൽ വലാ യബഉദു, വിദൂരത്തല്ല, അൻ യുഖാല, പറയപ്പെടൽ, ഇന്ന ദാലിക ലാ യകൂനു ലിഗൈരിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇജ്മാഅ്, ശരീരത്തോട് കൂടിയുള്ള ആ മിഅ്റാജ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്തവർക്ക് ഉണ്ടാവുകയില്ല എന്ന് പറയപ്പെടൽ വിദൂരത്തല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറൊരാൾക്കും ശരീരത്തോടു കൂടിയുള്ള മിഅ്റാജ് ഉണ്ടായിട്ടില്ല. എന്നിട്ട് വീണ്ടും പറയാണ്, വലൗ ഖീല, പറയപ്പെടുകയാണെങ്കിൽ, ഇന്ന ദാലിക ഫിൽ ജവാസി ലകാന മദ്ഹബ, അങ്ങനെ ശരീരത്തോടു കൂടി മിഅ്റാജ് ഉണ്ടാവുക അത് പറ്റും, ജായിസാണ്, അത് നടക്കും എന്ന് പറയപ്പെടുകയാണെങ്കിൽ ലകാന മദ്ഹബ, അതൊരു അഭിപ്രായമാണ്. പക്ഷെ ഇലാ വഖത്തിന, നമ്മുടെ ഈ സമയം വരെ, ലം യുഖ്ബർ അൻ അഹദിൻ, ഒരാളെ പറ്റിയും വിവരം പറയപ്പെട്ടിട്ടില്ല, അന്നഹു കാന ലഹു ദാലിക, അദ്ദേഹത്തിനിക്ക് ജസദോട് കൂടിയുള്ള ശരീരത്തോടു കൂടിയുള്ള മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതുവരെ വിവരം പറയപ്പെട്ടിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് ജസദോട് കൂടിയുള്ള മിഅ്റാജ് എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്താണ്. എന്നിട്ട് മഹാനവർകൾ പറയുന്നുണ്ട്, അമ്മാ ഫിൻ നൗമി, അപ്പോൾ സ്വപ്നത്തിലുള്ള മിഅ്റാജ്, ഉറക്കിലുള്ള മിഅ്റാജ്, ഫഗൈറു മുസ്തൻകരിൻ അൻ യകൂന ലിബഅദിൽ ഖവാസി ദാലിക, അങ്ങനെ സ്വപ്നത്തിലുള്ള മിഅ്റാജ് ചില പ്രത്യേകക്കാരായ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ തള്ളപ്പെടേണ്ടതില്ല. അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചൊക്കെ അവര് മിഅ്റാജിന്റെ സ്വാഹിബാണ്, സ്വാഹിബുൽ മിഅ്റാജാണ് എന്നൊക്കെ പറയുന്നത് അത് ഉറക്കത്തിലുള്ള മിഅ്റാജാണ്, ജസദോട് കൂടിയുള്ള മിഅ്റാജിനെ പറ്റി അല്ല പറയുന്നത്. ഈ ജാഹിൽ എന്ത് മനസ്സിലാക്കി? ഈ കോളാമ്പിക്ക് എന്ത് തിരിയും? ശൈത്താന്മാർ ഇവനെ പറ്റിക്കുകയാണ്, ശൈത്താന്മാർ ഓരോന്ന് ഇവന് നിർദ്ദേശം കൊടുക്കുകയാണ്, അതിനനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത് ആ മിഅ്റാജ് റസൂലുള്ളാഹി തങ്ങളുടെ ഖുസൂസിയത്താണ് എന്ന്. അതിനെ കളിയാക്കിയിട്ടാണ് പൊട്ടൻ ആലിമി എന്നൊക്കെ പറഞ്ഞ് ഈ പൊട്ടനായ ജാഹിലായ ഈ കോളാമ്പി രംഗത്ത് വന്നത്. അതിനെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കിതാബിൽ നിന്ന് നമ്മൾ വായിച്ച് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. ഏതായാലും ഇത്തരം ജാഹിലീങ്ങളുടെ സെർവനെ തൊട്ടി ഉമ്മത്തിനെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.